DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഭിന്നശേഷിക്കാരായ ലോട്ടറി കച്ചവടക്കാർക്കുള്ള സഹായധനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ 5000 രൂപ വീതമുള്ള സഹായധനമാണ് ഇവർക്ക് നൽകുന്നതെന്ന് മന്ത്രി അറിയിച്ചു. 40% അതിനു മുകളിലോ ഭിന്നശേഷിയുള്ളവർക്കാണ് സഹായധനത്തിന് അർഹത. 2025 ലോട്ടറി ഏജൻസി ഉള്ളവരായിരിക്കണം അപേക്ഷകർ. www.hpwc.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ലിങ്ക് ഉപയോഗിച്ച് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഓൺലൈനായി അപേക്ഷിക്കണം. ജൂലൈ 10 വൈകിട്ട് 5 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുക. അടുത്ത അറിയിപ്പ്, പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ജൂലൈ 1 മുതൽ ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിന് ആധാർ നമ്പറും ആധാർ വെരിഫിക്കേഷനും നിർബന്ധമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ഉത്തരവിൽ പറയുന്നു. നേരത്തെ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമായിരുന്നില്ല. സാധുതയുള്ള തിരിച്ചറിയൽ രേഖയോ ജനന സർട്ടിഫിക്കറ്റോ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുമായിരുന്നു. പുതിയ ചട്ടം അനുസരിച്ചാണ് പുതിയ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമാക്കിയത്. ടാക്സ് ഫയൽ ചെയ്യുന്നത് കൂടുതൽ സുതാര്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കാരമെന്ന് വിദഗ്ധർ പറഞ്ഞു. മാത്രമല്ല, ഡിജിറ്റൽ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ പുതിയ മാറ്റം. നികുതി വെട്ടിപ്പ് തടയാൻ ഇതേറെ സഹായകമാകുമെന്നും അധികൃതർ അറിയിച്ചു. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായിട്ടുള്ള ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവ ATM ഇടപാടുകൾ, പണം പിൻവലിക്കൽ, IMPS, ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയ സേവനങ്ങൾക്കുള്ള നിലവിലത്തെ നിരക്കുകൾ ജൂൺ 30 അവസാനിപ്പിക്കുകയാണ്. ജൂലൈ മാസം മുതൽ നിരക്കുകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ഈ മാറ്റങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. കഴിഞ്ഞ മാസം തന്നെ റിസർവ് ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പൊതുമേഖലാ ബാങ്കുകൾ ATM നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇപ്പോഴിതാ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയവ കൂടി ഈ നിരക്ക് വർധനയിൽ പങ്കുചേർന്നിരിക്കുകയാണ്. നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിന്റെ ATM ആയാലും നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഉപയോഗത്തിലും ഇനി ഫീസ് കൂടുതലാണ്. ഓരോ ബാങ്കിലും ഫീസ് വ്യത്യസ്തവുമാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നിലവിൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം നീട്ടിയതായി അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ല. അതിനാൽ ഇനിയും റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ ഇന്ന് തന്നെ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസത്തെ റേഷൻ മുടങ്ങുന്നതായിരിക്കും. മാത്രമല്ല, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതിയും ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 വരെയാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക. ഈ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി സമർപ്പിക്കാമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് സൗജന്യ റേഷൻ ലഭിക്കുന്നതിനായി ഈ അപേക്ഷകൾ ഇന്ന് 5 മണിക്ക് മുൻപായി സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.